ഹേ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലാണ് ഉള്ളത്. വന്നിട്ട് 2 ദിവസമായി, നാളെ തിരിച്ചു പോകുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു ദിവസം നമ്മൾ കണ്ടാലോ. ഇവിടെ വന്നതുകൊണ്ട് മടിയായിരിക്കും, എല്ലാവർക്കും മടി തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും മടി പിടിച്ച ദിവസം നോക്കാം. ഇപ്പോൾ ഉറക്കം എണീച്ചിട്ടേ ഉള്ളൂ. സമയം എത്രയായെന്ന് ചോദിച്ചാൽ 9 മണി. അപ്പോൾ 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എല്ലാം കഴിക്കാൻ നോക്കാം. അതിനു മുന്നേ വീട്ടിൽ വെട്ടവും വെളിച്ചവും കയറാൻ വേണ്ടിയിട്ട് കതവും ജനലൊക്കെ തുറന്നിടാവേ. സിനിമയിലൊക്കെ പറയുന്നത് പോലെ നേരം പരപരാ വെളുത്തിട്ടുണ്ടേ. ഇനിയെങ്കിലും വെളുക്കണ്ടേ, സമയം 9 മണി ആയില്ലേ. അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നേ. മുറ്റത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടെ നിന്നു. വല്ലപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. പിന്നെ അകത്ത് ജനലൊക്കെ നമുക്ക് തുറന്നിടാണ്ടായിരുന്നു. ഈ ജനലിൻ്റെ സൈഡിലായിട്ട് ദിവാങ്കോട്ട് കിടപ്പുണ്ട്. ഇവിടെയാണ് നമ്മൾ ഒരുപാട് നേരം ഇരിക്കുന്നത്. ചായ കുടിക്കുന്നതായാലും ചോറ് കഴിക്കുന്നതായാലും എല്ലാം ഇവിടെ ഇരുന്നിട്ടാണ് ഞാനും ഇക്കായും. ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു ഫീലാണേ. ദോശ, സുടു ദോശയുണ്ട്. കറിയായിട്ട് നമ്മളെ കുറുമക്കറിയാണ്, ചിക്കൻ കുറുമ. ഇത് ആക്ച്വലി ഇന്നലെ രാത്രി വെച്ചതാണ്, പക്ഷെ ഇന്ന് കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. ഇത് നമ്മൾ ഇക്കാടെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ. ഇവിടെ വന്നാൽ നമ്മൾ സ്ഥിരം ഈ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മുടെ അപ്പം അല്ലെങ്കിൽ പൊറോട്ട, നമ്മുടെ മൈദ പൊറോട്ടയില്ലേ, അതാണ് കേട്ടോ ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് ഇക്കായൊക്കെ അപ്പോൾ ആദ്യം കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം. ഇന്ന് ഐസൂനാണേ. ഇത് ഐസൂന് ഇത് തന്നെ കഴിക്കുന്നുള്ളത് പാടാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ ഒന്ന് കമൻറ്റ് ഇടണേ. റെസിപ്പി ഫുൾ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയം മാത്രമേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. നമ്മൾ നാളെ അങ്ങ് പോകും തിരിച്ച്. ഇനി ഈ കറി ഒഴിക്കാം. ഇത് ഈ കുറുമക്കറിക്ക് എരിയില്ല കേട്ടോ. എരി ഒട്ടും ഇല്ലാത്ത കറിയാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വരുമ്പോൾ സ്ഥിരം ഉണ്ടാക്കുന്നത്, അവർക്കും കുട്ടികൾക്കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ടേസ്റ്റ് അപാരമാണേ. അത് കഴിഞ്ഞിട്ട് അടുക്കള വരെ ഒന്ന് വെറുതെ കറങ്ങിയതാണ്. കറങ്ങി വന്നപ്പോഴേക്കും കഴിക്കാനായിട്ട് മിക്സറും ചിപ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഒരെണ്ണം എടുത്തത് കേട്ടോ. ഇവിടെ വന്നാൽ പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് പണി. തിന്നുക, ഉറങ്ങുക, തിന്നുക, ഇതൊക്കെ തന്നെ. അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടേ. ഒന്നും ചെയ്തില്ലെന്ന് വേണ്ട, ഒരു പാവയ്ക്ക് ഇരിക്കുന്നുണ്ടു. അതിൻ്റെ പകുതി എടുത്ത് പൊരിച്ച കേട്ടോ. പൊരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഉപ്പിട്ടില്ലെന്ന് ഓർത്തത്. അങ്ങനെ ഉപ്പിട്ടിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇക്കാടെ ഒരു മാമിയുടെ വീട്ടിൽ നമ്മൾ പോയപ്പോൾ അവിടെ നിന്ന് നമുക്ക് കഴിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഇത് കഴിച്ചത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഉണ്ടാക്കിയത്. ഇനി വിശാലമായിട്ട് ചോറ് കഴിക്കാൻ വിചാരിച്ചു. ചോറും ചിക്കൻ കറിയും പാവയ്ക്ക വിഴുക്കും പാവയ്ക്ക പൊരിച്ചതും മുട്ട തോരനും ഒരു പപ്പടം ഉണ്ട്. ഞാനും ഐസും കൂടെ ആട്ടോ ചോറ് കഴിക്കാതിരിക്കുന്നത്. ഐസുനെ നമ്മൾ വരട്ടി ആട്ടോ ഇരുത്തിയേക്കുന്നത്. ഒന്നും കഴിക്കില്ല, എല്ലാം കഴിക്കാൻ ഭയങ്കര പാടാണ്. പേടിപ്പിച്ചിരുത്തിയേക്കാണേ. അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴക്കോളും മഴയും പെയ്തേ. അപ്പോഴേക്കും തുണിയൊക്കെ ഉണങ്ങാനായിട്ട് അകത്തെടുത്ത് ഉമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പോയി നോക്കിയ കേട്ടോ. പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. എണീച്ചപ്പോഴേക്കും ഉമ്മ വന്നിട്ടുണ്ട്. കുറേ മുട്ടായിയൊക്കെ ആയിട്ടാണ് വന്നത്, നമ്മുടെ നൊസ്റ്റാൾജിക് മുട്ടായി. ഇതിൻ്റെ ഇടയ്ക്ക് കുളിച്ചിട്ട് ചായ ഇടാനായിട്ട് പോവാണ്. ചായ അല്ല, ഇന്ന് ബ്രൂ ആണ് കേട്ടോ ഇടുന്നത്. പഞ്ചസാര ഇട്ട് പാല് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ട് അത് അരിച്ചിട്ട് കപ്പിലോട്ടാക്കിയിട്ട് അതിലാണ് കേട്ടോ ഞാൻ ബ്രൂ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റി ചായ ഇടുന്നത്, അല്ല കാപ്പി ഇടുന്നത്. മിക്കുള്ളവരും അങ്ങനെ തന്നെയാണ് ഇടുന്നത്. പക്ഷെ ചിലരുണ്ട് കാപ്പിപ്പൊടി ഡയറക്റ്റ് ആയിട്ട് പാല് തട്ടിയിട്ടിട്ട് തിളപ്പിച്ചാണ് കേട്ടോ എടുക്കുന്നത്. തിളപ്പിച്ചിട്ട് അരിച്ചെടുക്കും. പക്ഷേ ഇതാട്ടോ ടേസ്റ്റ്. ഇവിടെ വന്നാൽ ചായ ഇടുന്ന ഡ്യൂട്ടി മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയെല്ലാം ഉമ്മ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ചായ ആയിട്ട് നമ്മൾ സെയിം സ്പോട്ടിൽ പോയി ഇരിക്കുന്നുണ്ടേ. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മളൊരു ദിവസം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ടേ.